അപ്പോൾ എല്ലായിടത്തും നല്ല ചിറാപ്പൂഞ്ചി മഴയത്തെ പാട്ടാണല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് ഉണ്ടാക്കിയിട്ട് ദുബായിലേക്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കല്ല, നമ്മുടെ നൈബർ പ്രിൻസി മോളും ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ അവൾക്ക് അവളുടെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു, അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പം അവൾ വീണ്ടും നമ്മളെ തന്നെ ഈ ഓർഡർ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ അവൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ബീഫും ബാക്കി അതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അവളെ നമ്മളെ ഏൽപ്പിച്ചതാണ്. നമുക്കത് വേവിച്ച് അത് സെറ്റാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 3 കിലോ ബീഫ് ഉണ്ടാവും. ആ ബീഫിലോട്ട് ഞാൻ ആകെ ഒരു ഒറ്റ വലിയ ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു വലിയ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എൻ്റെ കയ്യിലൊരു പിടി ഉണ്ടാവും. കാരണം നമുക്കത് മസാലയ്ക്ക് അറിയാമല്ലോ എത്രത്തോളം വേണം. പിന്നെ മല്ലിപ്പൊടി ഇവിടെ ഞാൻ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളകും പൊടി വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, അത് കാശ്മീരി ചില്ലിയാണ്. പിന്നെ ഒരു 5 വലിയ പച്ചമുളകും. ഇത് നമ്മൾ ഒരു മസാല നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ കുക്കറിലിട്ട് ഒരു 5 വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളെ ബീഫിൻ്റെ നെയ്യൊക്കെ മേലെ ഇങ്ങനെ ഊറി വന്ന് നല്ല സെറ്റായിക്കോളും. ഇനിയാണ് നമുക്കതിൻ്റെ ഫർദർ സ്റ്റെപ്പ്. അതായത് വെളിച്ചെണ്ണ ചൂടാക്കുക, നല്ല കഴുകി വൃത്തിയാക്കിയ കരിവേപ്പിൻ്റെ ഇലയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കണത് കേട്ടോ. നിങ്ങൾ വേറെ രീതിയിലാവും ഉണ്ടാക്കുക. പക്ഷേ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ കുക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മേഖല ഉണ്ടാവും അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഇതാണ്, കുക്കിംഗ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എൻ്റെ മൈൻഡും റിലാക്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഫുഡ് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ മനസ്സിന് നല്ലൊരു സംതൃപ്തിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി അധികം ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മൾ വെന്ത ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ആ ബീഫിലുള്ള നെയ്യും നമ്മൾ കഴുകി വൃത്തിയാക്കുമ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കട്ടോ. അപ്പം നമ്മൾ ഒരു 5 വിസിലടിക്കുമ്പോൾ തന്നെ ബീഫ് ഏകദേശം വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിലും കൂടെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും ബീഫ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മടിക്കരുത് കേട്ടോ. അതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് എൻ്റെ കമൻറ്റ് അറിയിക്കണം. അപ്പോൾ ഏതായാലും നമ്മളത് വറ്റി വന്നപ്പം കുരുമുളക് പൊടി ഞാനിവിടെ 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എരിവ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മളത് റെഡിയാക്കുമ്പോൾ കുറച്ചും കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം ഏതായാലും ദുബായിലേക്ക് പോകാനുള്ളതാണ്. നിങ്ങൾക്കും ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ ബീഫൊക്കെ കൊടുത്തേക്കണം എന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്താൽ മതി, ഞാൻ റെഡിയാക്കി തരാം കേട്ടോ. ഏതായാലും മാഷാഅല്ലാ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എന്നോട് ആരെങ്കിലും കുക്ക് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിക്കണത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ. താങ്ക് യു.